ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദഭാഗം ലേവ്യ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധിയായിരിക്കണം. ഋതുവിന്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധിയായിരിക്കണം. 8-ാം ദിവസം അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തൊടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും അരുത്. പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 2 ആഴ്ചവട്ടം ഋതുകാലത്തെന്ന പോലെ അശുദ്ധിയായിരിക്കണം. പിന്നെ 66 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം അവൾ 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗമായിട്ടും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച് പ്രായശ്ചിത്തം കഴിക്കണം. അപ്പോൾ അവളുടെ രക്തസ്രവം നിന്നിട്ട് അവൾ ശുദ്ധിയാകും. ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവൾക്കുള്ള പ്രമാണം. ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൾ ശുദ്ധിയാകും. ഇവിടെ ദൈവവചനം വായിച്ച് അവസാനിക്കും. Lord.